നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ അറസ്റ്റിന് വഴിവെച്ചതിൽ ഏറ്റവും നിർണായകമായത് ജയിലിൽ നിന്ന് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ദിലീപിന് അയച്ച രഹസ്യ കത്തായിരുന്നു. എനിക്കിപ്പോൾ പണം വേണം എന്ന് നേരിട്ട് ആവശ്യപ്പെടുന്ന ഇക്കത്ത് ദിലീപും സുനിയും തമ്മിൽ നടന്ന ക്രിമിനൽ ഗൂഢാലോചനയുടെ വ്യക്തമായ സൂചനയായി പോലീസ് കണക്കാക്കി. ആദ്യം ഇരയ്ക്കൊപ്പം നിന്ന ദിലീപ് തന്നെ പിന്നീട് കേസിലെ മുഖ്യപ്രതിയായത് എങ്ങനെയെന്ന് ഈ കത്ത് തുറന്നു കാണിക്കുന്നു. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് സുനിൽ സഹതടവുകാരനായ വിഷ്ണു വഴി രഹസ്യമായി കൊടുത്തയച്ച കത്ത് ദിലീപിനോടുള്ള സുനിയുടെ ആവശ്യങ്ങളും ഭീഷണികളും വ്യക്തമാക്കുന്നതായിരുന്നു. എനിക്കിപ്പോൾ പൈസയാണ് ആവശ്യം, ചേട്ടന് എൻ്റെ അടുത്തേക്ക് ഒരു ആളെ വിടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഈ കത്തു കിട്ടിക്കഴിഞ്ഞ് 3 ദിവസം ഞാൻ നോക്കും. ചേട്ടൻ്റെ തീരുമാനം അതിനു മുമ്പ് എനിക്ക് അറിയണം. ഈ കേസിൽ പെട്ടതോടുകൂടി എൻ്റെ ജീവിതം അവസാനിച്ച പോലെയാണ്. എന്നെ വിശ്വസിച്ച് ഈ കൂട്ടത്തിൽ നിന്ന 5 പേരെ എനിക്ക് സേഫ് ആക്കിയേ പറ്റൂ. നീ നിന്നെ ഏൽപ്പിച്ചയാളുടെ പേര് പറയുകയാണെങ്കിൽ നടി പോലും എന്നോട് മാപ്പ് പറയുമായിരുന്നു എന്ന് പലരും നിർബന്ധിക്കുന്നുണ്ട്. സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്ഫൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കത്ത് എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുമല്ലോ. അല്ലെങ്കിൽ എൻ്റെ ജയിൽ നമ്പറിലേക്ക് ഒരു 300 രൂപ മണി ഓർഡർ അയയ്ക്കുക. മണി ഓർഡർ കിട്ടിയാൽ ഞാൻ വിശ്വസിച്ചോളാം, ചേട്ടൻ എന്നെ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ലെന്ന്. ദിലീപുമായി മുൻപ് നടത്തിയ ഇടപാടുകളെക്കുറിച്ചും ജോർജേട്ടൻ സ്ഫൂരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും സുനി കത്തിൽ സൂചിപ്പിച്ചു. ഗൂഢാലോചന നടന്നുവെന്ന പോലീസിന്റെ കണ്ടെത്തലിന് ഇത് കൂടുതൽ ബലം നൽകി. കത്ത് കൂടാതെ ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴിയും ദിലീപിന് വലിയ കുരുക്കായി. 2017 ജൂൺ 3 നൽകിയ മൊഴിയിൽ നടി വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം തകർന്നതിന് കാരണം താനാണെന്ന് ദിലീപ് സിനിമാ മേഖലയിൽ പ്രചരിപ്പിച്ചു. 2012 മുതൽ ദിലീപ് തന്നോട് കടുത്ത വൈരാഗ്യം വെച്ചു പുലർത്തിയിരുന്നു. തനിക്കെതിരെ നിന്നാൽ സിനിമാ മേഖലയിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി. ഈ വൈരാഗ്യമാണ് നടിക്ക് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. ദിലീപും പൾസർ സുനിയും തമ്മിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന പോലീസിന്റെ കണ്ടെത്തൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. കൊച്ചി അബാദ് പ്ലാസ 2016 മാർച്ച് ഏപ്രിൽ ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ താമസിച്ചിരുന്ന ദിലീപുമായി ഹോട്ടലിന്റെ 410 നമ്പർ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയതായി സുനി സമ്മതിച്ചു. ഹോട്ടൽ ബില്ലുകളും സാക്ഷിമൊഴികളും ഇത് സ്ഥിരീകരിച്ചു. ജോർജേട്ടൻ സ്ഫൂരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തൃശൂരിലെ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബ്, എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിലെ CIFT ജംഗ്ഷൻ, തൊടുപുഴ ശാന്തിഗിരി കോളേജ് എന്നിവിടങ്ങളിലും ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഈ തെളിവുകളുടെയെല്ലാം അടിസ്ഥാനത്തിൽ 2017 ജൂലൈ 10 പ്രത്യേക അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും കേസിൽ 12ാം പ്രതിയായി ഉൾപ്പെടുത്തുകയും ചെയ്തു. തനിക്കെതിരായ കേസ് അടിസ്ഥാനമില്ലാത്ത ഗൂഢാലോചനയാണ് എന്ന ദിലീപിന്റെ വാദം തള്ളിക്കൊണ്ടായിരുന്നു പോലീസിന്റെ നിർണായക നീക്കം.